ആത്മാവേ ആത്മാവേ ഗുഹായേ അഭിഷേക കാറ്റായി പറന്നിറങ്ങൂ. ആത്മാവേ ആത്മാവേ ഗുഹായേ അഭിഷേക കാറ്റായി പറന്നിറങ്ങൂ. അവദൈവത്തിൻ അത്ഭുത ശക്തിയെ പുത്രൻ ഈശോതൻ വാഗ്ദാനം നീയേ. ആദിമ ചൈതന്യം നിറയും ഗുഹായേ. വേദന തിങ്ങും വേദന തിങ്ങും വേദന തിങ്ങും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവേ നീ നിത്യം വന്നിടണേ. വേദന തിങ്ങും വേദന തിങ്ങും വേദന തിങ്ങും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവേ നീ സൗഖ്യം നൽകിടണേ. വേദന തിങ്ങും വേദന തിങ്ങും വേദന തിങ്ങും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവേ നീ നിത്യം വന്നിടണേ. വേദന തിങ്ങും വേദന തിങ്ങും വേദന തിങ്ങും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവേ നീ സൗഖ്യം നൽകിടണേ. എൻ ജീവിതത്തിൻ തകർച്ചകളിൽ എൻ ജീവിതത്തിൻ ഉയർച്ചകളിൽ എന്നാഥനെ ഞാൻ സ്തുതിച്ചിടുന്നു. എന്നാഥനെ ഞാൻ സ്തുതിച്ചിടുന്നു. എൻ ജീവിതത്തിൻ കോട്ടങ്ങളിൽ എൻ ജീവിതത്തിൻ നേട്ടങ്ങളിൽ എന്നാഥനെ ഞാൻ സ്തുതിച്ചിടുന്നു. എന്നാഥനെ ഞാൻ സ്തുതിച്ചിടുന്നു. എന്നാഥനെ ഞാൻ സ്തുതിച്ചിടുന്നു. എന്നാഥനെ ഞാൻ സ്തുതിച്ചിടുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, ഇന്നേ ദിവസം എൽ റുഹ ദൈവവചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നമുക്കെല്ലാവർക്കും കർത്താവ് തരുന്ന ശക്തമായ ദൈവിക സന്ദേശമാണ് വിശുദ്ധ അന്തോണിസിനോട് പ്രാർത്ഥിക്കാനുള്ള സന്ദേശം. പാതുവായിലെ വിശുദ്ധ അന്തോണിസിനോട് പ്രാർത്ഥിക്കുക, ഒരുപാട് അനുഗ്രഹം ലഭിക്കും. ഇങ്ങനെയാണ് പറയപ്പെടുക: പരിശുദ്ധ കന്യാമറിയം കഴിഞ്ഞാൽ ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ ആൾക്കാർ മധ്യസ്ഥം വഹിക്കുന്ന വിശുദ്ധനാണത്രേ പാതുവായിലെ വിശുദ്ധ അന്തോണീസ്. അദ്ദേഹം മരിച്ച ഏതാനും വർഷങ്ങൾക്കുള്ളിൽ തന്നെ അദ്ദേഹത്തെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കുകയാണ്. ഒരേ സമയത്ത് രണ്ട് സ്ഥലത്ത് പ്രത്യക്ഷപ്പെടാനുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുക. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഒരുപാട് അത്ഭുതങ്ങൾ അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അത്ഭുത പ്രവർത്തകനെന്ന് അന്ന് തന്നെ വിളിക്കപ്പെട്ടിരുന്നു. അതിനുശേഷം മരിച്ചതിന് ശേഷവും ഒരുപാട് അനുഗ്രഹമാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് പലർക്കും ഈ ഒരു ദൈവാനുഭവം, വിശുദ്ധ അന്തോണിസിനോടുള്ള ഭക്തരായിരിക്കും പലരും. ആ വിശുദ്ധൻ വഴി ഒരുപാട് അനുഗ്രഹം സാധിച്ചു കിട്ടിയവരുണ്ടായിരിക്കും. അതുകൊണ്ടാണ് നമ്മുടെ ഈ എൽ റുഹ ധ്യാന കേന്ദ്രത്തിലെ ഏറ്റവും വലിയ ശുശ്രൂഷ, ഓൺലൈൻ ശുശ്രൂഷയാണ് അത്ഭുതങ്ങളുടെ ജപമാല വിശുദ്ധ അന്തോണിസിനോടുള്ള നൊവേന എന്ന ശുശ്രൂഷ. എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 7:30 യൂട്യൂബ് ചാനലിൽ നമുക്ക് കാണാൻ സാധിക്കും. ഈ ശുശ്രൂഷയിലൂടെ ഒരുപാട് അനുഗ്രഹമാണ് ഈ ലോകം മുഴുവനും വർഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെ അതിലൊക്കെ വരുന്ന സാക്ഷ്യങ്ങൾ അതൊരു ചെറിയ സാക്ഷ്യങ്ങളൊന്നല്ല, അത്രയും നമുക്ക് പറഞ്ഞാൽ വിശ്വസിക്കാത്ത സാക്ഷ്യങ്ങൾ അതിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും ഇതിലെ സാക്ഷ്യങ്ങളൊക്കെ കേട്ടിങ്ങനെ അത്ഭുതപ്പെട്ട് ഞാൻ നിൽക്കാറുണ്ട്. ഈ അത്ഭുതങ്ങൾ ജപമാലയിലൂടെ വിശുദ്ധ അന്തോണിസ് നൊവേനയിലൂടെ കിട്ടുന്ന അനുഗ്രഹങ്ങൾ ആളുകൾ സാക്ഷ്യപ്പെടുത്തുമ്പോൾ പലപ്പോഴും ഇങ്ങനെയുള്ള ഹൈപ്പർ ആക്ടിവിറ്റി അല്ലെങ്കിൽ ഈ ഇങ്ങനെ മെൻ്റൽ മാനസിക രോഗങ്ങൾ ഇതെല്ലാം മാറിപ്പോകുന്ന സാക്ഷ്യങ്ങൾ അതൊക്കെ കാണുമ്പോൾ, അതിനെപ്പറ്റിയുള്ള കർത്താവിൻ്റെ വെളിപ്പെടുത്തലൊക്കെ കാണുമ്പോൾ ഞാൻ അത്ഭുതപ്പെടാറുണ്ട്. ഈ കുറച്ചാൾ മുമ്പ് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കർത്താവ് ശക്തമായൊരു ദൈവിക സന്ദേശം എനിക്ക് തരികയായിരുന്നു. അതെങ്ങനെയാണ് ഈ അത്ഭുത ജപമാലയിലും വിശുദ്ധ അന്തോണിസിനോ നൊവേന എന്ന ശുശ്രൂഷയിൽ ഇത്രമാത്രം അത്ഭുതങ്ങൾ നടക്കുന്നതിൻ്റെ കാരണം അത് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം മാത്രമല്ല, ഈ വിശുദ്ധ അന്തോണിസിൻ്റെ ശക്തമായ മധ്യസ്ഥം കൂടിയാണ് എന്ന വലിയൊരു തിരിച്ചറിവ് കർത്താവ് എനിക്ക് തരികയാണ്. ഇപ്പോൾ സാധാരണ ആളുകളൊക്കെ പറയും, ഈ ശുശ്രൂഷയെ പറ്റി പറയാം, അത്ഭുതമാല കണ്ട് അങ്ങനെയാണ് പറയുക. പക്ഷേ ആ ശുശ്രൂഷയുടെ പേരിങ്ങനെയാണ്, അത്ഭുതങ്ങളുടെ ജപമാലയും വിശുദ്ധ അന്തോണിസിനോടുള്ള നൊവേനയും. അപ്പോൾ ഈ രണ്ട് വലിയ വിശുദ്ധര്, പരിശുദ്ധ കന്യാമറിയം, പിന്നെ പരിശുദ്ധ കന്യാമറിയം കഴിഞ്ഞ ഏറ്റവും കൂടുതൽ ആൾക്കാർ പ്രാർത്ഥിക്കുന്ന മറ്റൊരു വിശുദ്ധൻ വിശുദ്ധ അന്തോണീസ്, ഇവർ രണ്ടുപേരുടെയും വലിയ മാധ്യസ്ഥം നമുക്ക് ഈ ശുശ്രൂഷയിൽ ലഭിക്കുക. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴാണ് ഇത്രമാത്രം അത്ഭുതങ്ങൾ നടക്കുന്നത് എന്നാണ് ഈശോ വെളിപ്പെടുത്തുക. പലപ്പോഴും ഈ കാണാതെ പോയ വസ്തുക്കൾ കണ്ടുകിട്ടുക മാത്രമല്ല, കാണാതെ പോയ വസ്തുക്കൾ കണ്ടുകിട്ടിയ സാക്ഷ്യങ്ങളൊക്കെ ചിലർ കേൾക്കുമ്പോൾ
ഒരുപാട് അത്ഭുതം തോന്നിയിട്ടുണ്ട്. കാരണം വർഷങ്ങളായി നഷ്ടപ്പെട്ടു പോയ വളരെ വിലപ്പെട്ട രേഖകളായിരിക്കാം, ആധാരമായിരിക്കാം, അല്ലെങ്കിൽ സ്വർണ്ണമായിരിക്കാം, അങ്ങനെ പല പല വർഷങ്ങളായി ഇനി ഒരിക്കലും കണ്ടുകിട്ടാത്ത പല സംഭവങ്ങളും അത്ഭുതകരമായ രീതിയിൽ കണ്ടുകിട്ടിയ പല സാക്ഷികളും ആൾത്താരി കയറി പലരും സാക്ഷ്യപ്പെടുത്താറുണ്ട്. അതൊക്കെ ഈ അത്ഭുത ജപമാല വിശുദ്ധ അന്തോണീസ് നൊവേന കണ്ടിട്ട് കിട്ടിയ അനുഗ്രഹങ്ങളാണ്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ഈ വിശുദ്ധനോട് പ്രത്യേകം പ്രാർത്ഥിക്കുന്നത് ഒരുപാട് അനുഗ്രഹം കൊണ്ടുവരുന്ന പ്രാർത്ഥനയാണെന്ന് ഇന്നേ ദിവസം പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുകയാണ്. നമുക്കറിയാം, വിശുദ്ധ അന്തോണീസിൻ്റെ കയ്യിൽ എപ്പോഴും ഒരു ഉണ്ണീശോ ഇരിക്കുന്ന ഒരു ചിത്രമായിരിക്കും പലപ്പോഴും നമ്മൾ കണ്ടിരിക്കുക. നമുക്കറിയാം, പരിശുദ്ധ കന്യാമറിയമോ അല്ലെങ്കിൽ ഔസേപിതാവ് ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ജീവിച്ച ആളൊന്നല്ല വിശുദ്ധ അന്തോണീസ്. ഈശോക്കെ ജനിച്ച് മരിച്ച് എത്രയോ വർഷങ്ങൾക്ക് ശേഷമൊക്കെയാണ് വിശുദ്ധ അന്തോണീസ് ജനിച്ചതൊക്കെ. പക്ഷെ എന്തുകൊണ്ടാണ് ഇങ്ങനെ വിശുദ്ധ അന്തോണീസിൻ്റെ കയ്യിൽ ഉണ്ണീശോയെ ഇങ്ങനെ ചിത്രീകരിക്കാൻ കാരണമെന്ന് നമുക്കറിയാം. ഈ വിശുദ്ധന് പലപ്പോഴും ഉണ്ണീശോ പ്രത്യക്ഷപ്പെടാറുണ്ട് എന്നതാണ് അതിൻ്റെ സത്യം. പലപ്പോഴും മിക്കപ്പോഴും എന്ന പോലെ ഈ വിശുദ്ധ അന്തോണീസിന് നമ്മുടെ ഉണ്ണീശോ പ്രത്യക്ഷപ്പെടാറുണ്ട്. അതുകൊണ്ടാണ് ഈ ഉണ്ണീശോയുടെ ആ ചിത്രം അതിനോട് ചേർത്ത്, വിശുദ്ധ അന്തോണീസിനോട് ചേർത്ത് എപ്പോഴും ഉണ്ണീശോയെ എടുത്തു കാണിക്കുന്നതിൻ്റെ കാരണം അതാണ്. അത്രമാത്രം വിശുദ്ധിയിൽ ജീവിച്ചൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് വിശുദ്ധ അന്തോണീസ്. അതുകൊണ്ട് തന്നെ മരിച്ച് ഏതാനും വർഷങ്ങൾക്കുള്ളിൽ തന്നെ മാർപ്പാപ്പ അദ്ദേഹത്തെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കുകയാണ്. ഇന്ന് ഒരുപാട് അനുഗ്രഹങ്ങൾ നമ്മുടെ വ്യക്തി ജീവിതത്തിലും സമൂഹ ജീവിതത്തിലും നമ്മുടെ ആത്മീയ ബൗദ്ധിക മേഖലയിലൊക്കെ ഈ വിശുദ്ധം വഴി നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ വിശുദ്ധൻ്റെ പ്രത്യേക മധ്യസ്ഥം തേടി നമുക്ക് പ്രാർത്ഥിക്കാൻ തീരുമാനമെടുക്കാം. ഇന്ന് നമ്മൾ പ്രത്യേകമായിട്ട് ഏറ്റുപറയുന്ന വചനഭാഗം ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 13 മുതലുള്ള തിരുവചനമാണ്. സ്വർഗം ലക്ഷ്യം വെച്ച് ജീവിക്കാൻ, ഈ വിശുദ്ധ അന്തോണീസിനെ പോലെ സ്വർഗം മാത്രം ലക്ഷ്യം വെച്ച് ജീവിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ വചനം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. എല്ലാവരും ഏറ്റുപറയുന്നു. ജനക്കൂട്ടത്തിൽ നിന്ന് ഒരുവൻ അവനോട് പറഞ്ഞു, ഗുരു, പിതൃസ്വത്ത് ഞാനുമായി പങ്കുവയ്ക്കാൻ എൻ്റെ സഹോദരനോട് കൽപ്പിക്കണമേ. യേശു അവനോട് ചോദിച്ചു, ഹേ മനുഷ്യ, എന്നെ നിങ്ങളുടെ ന്യായാധിപനോ സ്വത്ത് ഭാഗിക്കുന്നവനോ ആയി ആര് നിയമിച്ചു? അനന്തരം അവൻ അവരോട് പറഞ്ഞു, ജാഗരൂകരായിരിക്കുവിൻ, എല്ലാ അത്യാഗ്രഹങ്ങളിൽ നിന്ന് അകന്നിരിക്കുകയും ചെയ്യുവിൻ. മനുഷ്യജീവിതം സമ്പത്ത് കൊണ്ടല്ല ധന്യമാകുന്നത്. ഒരു ഉപമയും അവൻ അവരോട് പറഞ്ഞു, ഒരു ധനികന്റെ കൃഷിസ്ഥലം സമൃദ്ധമായ വിളവ് നൽകി. അവൻ ഇങ്ങനെ ചിന്തിച്ചു, ഞാൻ എന്തു ചെയ്യും? ഈ ധാന്യം മുഴുവൻ സൂക്ഷിക്കാൻ എനിക്ക് സ്ഥലമില്ലല്ലോ. അവൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ ചെയ്യും, എന്റെ അറപ്പുരകൾ പൊളിച്ച് കൂടുതൽ വലിയവ പണിയും. അതിൽ എന്റെ ധാന്യവും വിഭവങ്ങളും സംഭരിക്കും. അനന്തരം ഞാൻ എന്റെ ആത്മാവിനോട് പറയും, ആത്മാവേ, അനേക വർഷത്തേക്ക് വേണ്ട വിഭവങ്ങൾ നിനക്കായി സംഭരിക്കപ്പെട്ടിരിക്കുന്നു. വിശ്രമിക്കുക, തിന്നുകുടിച്ച് ആനന്ദിക്കുക. എന്നാൽ ദൈവം അവനോട് പറഞ്ഞു, ബോഷ, ഈ രാത്രി നിന്റെ ആത്മാവിനെ നിന്നിൽ നിന്ന് ആവശ്യപ്പെടും. അപ്പോൾ നീ ഒരുക്കി വെച്ചിരിക്കുന്നവ ആരുടേതാകും? ഇതുപോലെയാണ് ദൈവസന്നിധിയിൽ സമ്പന്നരാകാതെ തനിക്ക് വേണ്ടി സമ്പത്ത് ശേഖരിച്ചു വെക്കുന്നവനും. ശക്തമായി സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ഹാലലിയ. വിശുദ്ധ അന്തോണീസിനോട് ചേർന്ന് സ്തുതിക്കുന്നു. ഹാലലിയ, ആലുലിയ, 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 ആലുലിയ. വിശുദ്ധ അന്തോണീസിന്റെ മാധ്യസ്ഥത്തെ കൊണ്ട് സ്തുതിക്കുന്നു. ഈ വിശുദ്ധനിൽ നിറഞ്ഞിരിക്കുന്ന ദൈവിക പുണ്യങ്ങൾ ലഭിക്കാൻ വേണ്ടി സ്തുതിക്കുന്നു. ഹാലലിയ, ആലുലിയ, 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 ആലുലിയ. ഞങ്ങളും വിശുദ്ധരായി തീരാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. ഹാലലിയ, ആലുലിയ, ആലുലിയ, ആലുലിയ. ഉണ്ണീശോയെ കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. ഹാലലിയ, ആലുലിയ, 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 ആലുലിയ. ഹാലലിയ, ആലുലിയ, 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 ആലുലിയ. ഉണ്ണീശോയുടെ വലിയ സാന്നിധ്യം നിറയട്ടെ. ഹാലലിയ, ആലുലിയ, ആലുലിയ. കരങ്ങളടിച്ചുകൊണ്ട്, ശക്തിയോടെ കരങ്ങളടിച്ച് ഈശോയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട്
വിശുദ്ധിയോടെ ജീവിക്കുവാൻ, വിശുദ്ധരോടൊപ്പം ജീവിക്കുവാൻ, വിശുദ്ധിയോടെ ജീവിക്കുവാൻ, വിശുദ്ധരോടൊപ്പം ജീവിക്കുവാൻ, സഹിച്ചും ക്ഷമിച്ചും ജീവിക്കുവാൻ കൃപയും ശക്തിയും പകരണമേ. സഹിച്ചും ക്ഷമിച്ചും ജീവിക്കുവാൻ കൃപയും ശക്തിയും കരങ്ങൾ ഉയർത്തിയടിച്ച് ദൈവത്തിനാത്മാവേ, പരിശുദ്ധാത്മാവേ, ദൈവത്തിനാത്മാവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്നു നിറയണമേ, ഞങ്ങളിൽ വന്നു വസിക്കണമേ, ഞങ്ങളിൽ വന്നു നിറയണമേ, ഞങ്ങളിൽ വന്നു വസിക്കണമേ. വിശുദ്ധ കുർബാനയിലേക്ക് നോക്കിക്കൊണ്ട് സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ഹാലലുയ 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 പറഞ്ഞ് സ്തുതിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവേ, പിതാവായ ദൈവമേ, പുത്രനായ ദൈവമേ, പരിശുദ്ധാത്മാവായ ദൈവമേ, അമലൽപ്പം മറിയമേ, മാലാഖമാരെ, മുഖ്യ ദൂതന്മാരെ, സ്വർഗത്തിൽ വിശുദ്ധരെ, ഞങ്ങളിലേക്ക്, ഞങ്ങളുടെ കുടുംബത്തിലേക്ക്, കൂട്ടായ്മയിലേക്ക്, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരിലേക്ക് ഇറങ്ങണമേ. ഞങ്ങളെ ശക്തിപഥനെ, സഹായിക്കണേ, സംരക്ഷിക്കണേ, വിശുദ്ധീകരിക്കണേ, രൂപാന്തരയുടെ ദൃഢത കഴിയണമേ. സകല ശുദ്ര മന്ത്രവാദ ആഭിചാരം ഉടോത്രം ദുഷ്ടദോഷം പൈശാച പീഡന ബാധ കൈവേഷണം ദൂരേറ്റണമേ. പാപകരമായ സകല അസൂയ ചതി വഞ്ചന ഞങ്ങൾ എന്നേക്കുമായി വിട്ടുപോട്ടെ. സർവശനായ ദൈവത്തിന്റെ സത്യ യശനായ യേശുവിന്റെ നാമത്തിന് പരിശുദ്ധ കന്യാമന്റെ സത്യയും മധ്യസ്ഥാനം നിഗാ റബ ഗബ്രെ മലാമഴ സത്തമായ സാന്ത സമശത്താലും ശരീരത്തിലും മനസ്സിലും ആത്മാവിലും കുടുംബത്തിലും വ്യക്തിജീവിതത്തിലും സമൂഹത്തിലെ എല്ലാ ധർമ്മങ്ങളും വെള്ളത്തിലോ വായിലൂടെ വസ്തുവിന്റെ ഭക്ഷണം കടന്നു മാനസികമോ ശാരീരിക ആത്മീയമാണ് മാനുഷികമോ പ്രാപഞ്ചികമോ പൈശാചികമായ സകല ബന്ധനങ്ങളും അതായി 4 ലൂക്ക 4 മർക്കോസ് 16 ഉദ്യോഗം 3 പിശാചിന്റെ പ്രവൃത്തികളെ നശിപ്പിക്കാൻ വേണ്ടി ദൈവപുത്രം വന്നു. ഈ പതിന് സദ്യ സകലവിധ പ്രതിഷോഭം ഇടിമിട്ട് നാശട്ടങ്ങൾ ഉറപ്പ് ഉദ്ദേശം വാശി വരാൻ തർക്കം കലകൾ പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ ജടിയ ദിവ്യാസ് ഗോപാസ് ഭക്ഷണാസതി സ്വയംഭോഗം സ്വർഗഭോഗം തെറ്റായ ബന്ധങ്ങൾ സ്നേഹങ്ങൾ വ്യഭിചാര ദുർബോധം അഹങ്കാര അസൂയ അലസം മോഹം കോപം കൊതി യുവാതടസ്സം ജോലിതടസ്സം വിൽപ്പനാടസ്സം യാത്രാതടസ്സം പഠനതടസ്സം കോടതിയിൽ സാമതി കൊണ്ട് കണ്ണ് മൂക്ക് ചെവി നാക്ക് തൊക്ക് ആന്തരികത്തെ ബാക്കിയുടെ ചെറുതുകൾ രോഗപ്പെട്ടുള്ള അമിതമായ ഭയം ദുഃഖം നിരാശ അപകർഷതാബോധം കുറ്റമോഹൻ ലജ്ജ തൊട്ടവാടി സ്വഭാവം വിശ്വാസക്കുറവിന്റെ ദുരാത്മാവ് ക്ഷമിച്ച് പ്രാർത്ഥിക്കും സ്തുതിച്ച് പ്രാർത്ഥിക്കും വചനം വായിക്കുക ജന്മാചലന തടസ്സങ്ങൾ രോഗശാന്തി തടസ്സങ്ങൾ സന്ദേശങ്ങളുടെ തടസ്സങ്ങൾ വന്യജീവികളുടെ ശുദ്ധജീവികളുടെ ആക്രമണങ്ങൾ അതിന്റെ പിന്നിപ്പോത്തിക്കുന്ന പൈശാചികരിപ്പി അന്താശത്ത് സാത്താശത്ത് ദുഷ്ടശക്തികളെ ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ യേശുനാമത്തെ ഞാൻ ശാസിക്കുന്നു. യേശുനാഥ് ബന്ധിക്കുന്നു, യേശുനാഥ് ബഹിഷ്കരിക്കുന്നു, ചെറുകുരിശിൽ ആട്ടിപ്പായിക്കുന്നു. ഇനി മേലൊരിക്കലും ഞങ്ങളുടെ കുടുംബത്തിലെ കൂട്ടായ്മയിലേക്ക് കടന്നു വരുന്ന സാത്താനെ നിന്നോട് ഞാൻ കൽപ്പിക്കുന്നു. 83 സംഗീതത്തിന്റെ അഭിഷേകം അനുഗ്രഹിക്കണേ കർത്താവേ. ഇസ്രായേലിന്റെ വൈരികളെ നശിപ്പിക്കണമേ ദൈവമേ, ഇസ്രായേലിന്റെ വൈരികളെ നശിപ്പിക്കണമേ കർത്താവേ. ആലുലി 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 ശക്തമായി ശ്രദ്ധിച്ച് ശക്തിയോടെ കരങ്ങളടിച്ച് മാർഗത്തിൽ ജീവിച്ചിടാൻ പാപത്തിൻ മാർഗം ത്യജിച്ചിടുവാൻ യേശു മാർഗത്തിൽ ജീവിച്ചിടാൻ സ്വർഗത്തെ നോക്കി യാത്ര ചെയ്യാൻ കൃപയും ശക്തിയും പകരണമേ. സ്വർഗത്തെ നോക്കി യാത്ര ചെയ്യാൻ കൃപയും ശക്തിയും പകരണമേ. ദൈവത്തിനാത്മാവേ, പരിശുദ്ധാത്മാവേ, ദൈവത്തിനാത്മാവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്നു നിറയണമേ, ഞങ്ങളിൽ വന്നു വസിക്കണമേ, ഞങ്ങളിൽ വന്നു നിറയണമേ, ഞങ്ങളിൽ വന്നു കരമുയർത്തി എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിക്കുക. വിശുദ്ധോട് ചേർന്ന് സ്തുതിക്കുന്നു, വിശുദ്ധ അന്തോണിസിനോട് ചേർന്ന് സ്തുതിക്കുന്നു. ആലുലി 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 നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങളെ സ്തുതിക്കുന്നു. നമ്മോട് പ്രാർത്ഥനാ സഹായം ചോദിച്ചവരെ സമർപ്പിച്ച് സ്തുതിക്കുന്നു. ആലുലി 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 കണ്ണുകൾ അടച്ചുകൊണ്ട് എല്ലാവരും അല്പസമയം ഒന്ന് സ്തുതിച്ച് ആലുലി 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 ആലുലി
ഹല്ലേലൂയ 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 ബബ 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 ശബലത മബ സബലത മബ ദബല ശല ഹല ബബ മിമി മദ ബല സബല ദിമി മദ ബല ശല ബബ ബബ ദബല ശല ഹല ബല ബ അമ മദ ബല ശല ഹല ബല അമ മദ ബല സില ഹല ബല ബല ശിദി ദി 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 ശക്തമായി സ്തുതിക്കുന്നു. ശിരിരിരിരി സ്വസ്ഥാന്തിരുന്നുകൊണ്ട് സ്തുതിച്ചേൻ. ഹല്ലേലൂയ ഹല്ലേലൂയ എന്ന് സ്തുതിച്ചേൻ. ഹല്ലേലൂയ 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 ശക്തിയായി സ്തുതിച്ച് പ്രാർത്ഥിക്കുക. വിശുദ്ധ അന്തോണിസിനോട് ചേർന്ന് സ്തുതിക്കുക. ദൈവത്തെ സ്തുതിക്കാനും ദൈവവചനം മാത്രം പറയാൻ ഉപയോഗിച്ച നാവാണ് വിശുദ്ധ അന്തോണിസിന്റെ നാവ്. ഇന്ന് ആ നാവ് അഴിയാതിരിക്കുക. നമ്മുടെയൊക്കെ നാവ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അഴിഞ്ഞുകൊണ്ടിരിക്കുക. അതാണ് നമ്മുടെ നാവും വിശുദ്ധ അന്തോണിസിന്റെ നാവും തമ്മിലുള്ള വ്യത്യാസം. അതാണ്. അതുകൊണ്ട് ദൈവവചനം മാത്രം പറയാനും ദൈവത്തെ സ്തുതിക്കാൻ മാത്രം ഉപയോഗിച്ച നാവാണ് വിശുദ്ധ അന്തോണിസിന്റെ നാവ്. നമ്മുടെ നാവ് വിശുദ്ധ അന്തോണിസിന്റെ നാവ് പോലെ ആയിത്തീരാൻ വേണ്ടി നമുക്ക് ഈ സമയം സ്തുതിച്ചുകൊണ്ടിരിക്കുക. ദൈവവചനം മാത്രം പറയാൻ തീരുമാനമെടുത്ത് സ്തുതിക്കുക. ഹല്ലേലൂയ ഹല്ലേലൂയ എന്ന് സ്തുതിക്കുക. അറിയാവുന്ന പല ഭാഷകളുള്ള ഭാഷാത്തിൽ സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ഈ വിശുദ്ധനോട് പ്രത്യേകം പ്രാർത്ഥിക്കുക. ഓ ഭാഗ്യപ്പെട്ട നാവേ, നീ എന്തുമാത്രം ദൈവസ്തുതികൾ പാടി. വിശുദ്ധ അന്തോണിസിന്റെ നാവിനെ പറ്റി പറയുകയാണ്. ഓ ഭാഗ്യപ്പെട്ട നാവേ, നീ എന്തുമാത്രം ദൈവസ്തുതികളാ പാടിയത്. അങ്ങനെ വിശുദ്ധ അന്തോണിസിനെ പോലെ സ്തുതിച്ചേൻ. ഹല്ലേലൂയ ഹല്ലേലൂയ എന്ന് സ്തുതിക്കുന്നു. മേരി എന്ന മകളെ കർത്താവ് പേര് ചൊല്ലി വിളിച്ച് അനുഗ്രഹിക്കുന്നു. മേരിയെ കർത്താവ് പേര് ചൊല്ലി വിളിച്ച് അനുഗ്രഹിക്കുക. ജോർജ് എന്ന മകനെ കർത്താവ് പേര് ചൊല്ലി വിളിച്ച് അനുഗ്രഹിക്കുന്നു. ലൈജു എന്ന പേര് കർത്താവ് എഴുതി കാണിക്കുക. ലൈജു ശക്തമായി പ്രാർത്ഥിച്ചു. ലൈജുവിനെ കർത്താവ് സ്പർശിക്കുന്നു. പാലക്കാട് എന്ന സ്ഥലത്തിരുന്നുകൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഒരാളുടെ ജീവിതത്തിൽ ശക്തമായി കർത്താവ് ഇടപെടുന്നതായിട്ട് സന്ദേശം തരിക. വെള്ളപ്പോക്ക് രോഗമുള്ളവർ പ്രാർത്ഥിച്ചു. വെള്ളപ്പോക്ക് രോഗം കർത്താവ്, വൈറ്റ് ഡിസ്ചാർജ് രോഗം കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. തകർച്ചകളോത്ത് സ്തുതിക്കാൻ വീണ്ടും വീണ്ടും സന്ദേശം തരികയാണ്. ബലഹീനതകൾ, രോഗങ്ങൾ, പരാജയങ്ങൾ, ഇപ്പോഴത്തെ പ്രതിസന്ധികൾ എല്ലാം സമർപ്പിക്കുക. ദൈവത്തെ സ്തുതിക്കുക. ഹല്ലേലൂയ ഹല്ലേലൂയ. വെള്ളെഴുത്തുള്ളവർ പ്രാർത്ഥിക്കുക. കണ്ണിൽ വെള്ളെഴുത്ത് കർത്താവ് സൗഖ്യം നിന്ന് അനുഗ്രഹിക്കുന്നു. മൂക്കടപ്പ്, ജലദോഷം, ആ രോഗപീഠകൾ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ. ഉത്തിരിയം ധരിക്കാത്ത വലിയൊരു സമൂഹത്തെ കാണിക്കുക. കഴുത്തിൽ ഉത്തിരിയം വെന്തിങ്ങ ധരിക്കാൻ കർത്താവ് സന്ദേശം തരിക. കുളിക്കുമ്പോൾ പോലെ അത് ഊരി വെക്കട്ടെ. കഴുത്തിൽ വെന്തിങ്ങ ധരിക്കുക. നെഞ്ചിടിപ്പ് കൂടുതലുള്ള ഒരു സഹോദരിക്ക് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. നട്ടലിൽ ഇഞ്ചക്ഷൻ എടുക്കുന്ന ഒരാൾക്ക് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. 3 വയസ്സായിട്ടും നടന്നു തുടങ്ങാത്ത ഒരു കുഞ്ഞിനെ കർത്താവ് സ്പർശിക്കുന്നതായിട്ട് കാണിക്കുന്നു. 16 വയസ്സോളം പ്രായമുള്ള ഒരു മകളുടെ അപസ്മാരം കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. അറിയാതെ മൂത്രം പോകുന്ന അവസ്ഥയുള്ള 4 പേർക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. 5 വർഷത്തിലധികമായി വാടക വീട്ടിൽ കഴിയുന്ന ഒരു കുടുംബത്തിന് പുതിയ ഭവനം നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. കണ്ണിന് ഓപ്പറേഷൻ വന്നിരിക്കുന്ന ഒരു സിസ്റ്റർക്ക് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ജെസ്സി എന്ന മകളുടെ യൂട്രസ് സംബന്ധമായ രോഗാവസ്ഥ സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ആഗ്നസിനെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. ഫുഡ് ഇൻഫെക്ഷൻ വന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുന്ന ഒരു വ്യക്തിക്ക് കർത്താവ് മേഖലയിൽ സൗഖ്യം കൊടുത്ത് അനുഗ്രഹിക്കുന്നു. പട്ടിശല്യം, ആനശല്യം, ഒച്ചുശല്യം ഇങ്ങനെയുള്ള അവസ്ഥയിലൂടെ കടന്നു പോകുന്നവരോട് വെഞ്ചിരിച്ച കല്ലുപ്പ് ആ സ്ഥലത്ത് വെതറിയിട്ട് ബന്ധന പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കാൻ പറയുന്നു. വലിയ വിടുതൽ നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നു. പെരിഞ്ചേരി എന്ന സ്ഥലത്തിരുന്നുകൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഒരാളുടെ ജീവിതത്തിൽ ഈശോ ഇടപെടുന്നതായിട്ട് കാണിക്കുന്നു. 29 വയസ്സായിട്ടും വിവാഹം നടക്കാത്ത ഒരു മകളോട് തുറന്ന കുമ്പസാരം നടത്തി പ്രാർത്ഥിക്കാൻ സന്ദേശിച്ചിരിക്കുക. ഡിപ്രഷൻ കർത്താവ് സൗഖ്യം നിന്ന് അനുഗ്രഹിക്കുന്നുണ്ട്. ഡിപ്രഷന് ഗുളിക കഴിക്കുന്നവരും ഡിപ്രഷൻ ബാധിച്ചവരൊക്കെ പ്രാർത്ഥിക്കുക. മാനസിക രോഗികളോട് അത്ഭുതങ്ങൾ ജപമാലയും വിശുദ്ധ അന്തോണിസിനോട് നൊവേനയും എന്ന ശുശ്രൂഷ ദീർഘകാലം കണ്ട് പ്രാർത്ഥിക്കാൻ പറയുക. മാനസിക രോഗികൾ അത്ഭുതങ്ങൾ ജപമാലയും വിശുദ്ധ അന്തോണിസിനോടുള്ള നൊവേന, ഈ ശുശ്രൂഷ നിങ്ങൾ ദീർഘകാലം കണ്ട് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു നോക്കിയാൽ നിങ്ങളുടെ ഈ ഡിപ്രഷനും ഇങ്ങനെ മാനസിക പ്രശ്നങ്ങളും മാറിക്കിട്ടുമെന്ന് കർത്താവ് സന്ദേശം നൽകുക. പരിഹാരം എന്ന സ്ഥലവുമായി ബന്ധപ്പെട്ട് പ്രാർത്ഥിക്കുന്ന ആളുടെ ജീവിതത്തിൽ ഇടപെടുന്നുണ്ട്. PhD പൂർത്തിയാക്കാനുള്ള കൃപ നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. മാർട്ടിനെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. ഒമാൻ എന്ന സ്ഥലവുമായി ബന്ധപ്പെട്ട് പ്രാർത്ഥിക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ ഇടപെടുന്നുണ്ട്. പലിശയ്ക്ക് പണം വാങ്ങുന്ന ഒരു വ്യക്തിയോട് അനുദപിച്ച് കുമ്പസാരിക്കാനും പരിഹാരം ചെയ്യാനും സന്ദേശം തരിക. ഈ വ്യക്തിയുടെ കുടുംബത്തിലെ ഡിവോഴ്സിന് ഒരുങ്ങുന്ന ഒരാളെയും കർത്താവ് കാണിക്കുക. ഹല്ലേലൂയ ഹല്ലേലൂയ. ജോയ് എന്ന മകന്റെ പ്രോസ്റ്റേറ്റ് സംബന്ധമായ രോഗം കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. കരൾ വീക്കമുള്ള ഒരു വ്യക്തിയെ കർത്താവ് സൗഖ്യപ്പെടുന്നു. വായിലെ ക്യാൻസർ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. 4 വർഷത്തോളമായ യൂറിനൽ ഇൻഫെക്ഷൻ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. പല്ലുവേദന മൂലം വിഷമിക്കുന്ന ഒരാൾക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. ഗവൺമെന്റ് ജോലി ചെയ്യുന്ന സജി എന്ന മകനോട് ദശാംശം കൊടുത്ത് ദൈവ ശുശ്രൂഷകളെ സഹായിക്കാൻ സന്ദേശം തരിക. വിട്ടുമാറാത്ത പനിയുള്ള വ്യക്തിയുടെ കഴുത്തില് ഉത്തിരിയം ധരിപ്പിക്കാൻ കർത്താവ് സന്ദേശം തരുന്നു. ഒരു വീട്ടിൽ നിന്ന് 8 കാലിശല്യം കർത്താവ് എടുത്ത് മാറ്റി അനുഗ്രഹിക്കുന്നു. കാലിൽ മന്ത് വന്നിരിക്കുന്ന ഒരു മകനെ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. ഒരു അധ്യാപികയുടെ യൂട്രസിലെ മുഴ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. ഉഷ എന്ന മകളുടെ ബ്ലീഡിംഗ് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. 8 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടിയുടെ ഭയം കർത്താവ് എടുത്ത് മാറ്റി അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. മൂക്കിന് മണം നഷ്ടപ്പെട്ട ഒരാളോട് തുറന്ന കുമ്പസാരം നടത്തി സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ കർത്താവ് സന്ദേശം തരികയാണ്. മൂത്രം പോകാൻ മൂത്ര തടസ്സമുള്ള ഒരാളെ, ഒരു കുട്ടിയെ കർത്താവ് ഈ സമയം സൗഖ്യപ്പെടുത്തി അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഒരു സഹോദരിയുടെ പറമ്പിൽ നിന്ന് കൊല
കുരങ്ങ് ശല്യം കർത്താവ് എടുത്ത് മാറ്റി അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഇഞ്ചി കൃഷി ധാരാളം വിളവ് നൽകി കർത്താവ് ഒരാളെ അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. ഹല്ലേലൂയ. അലൻ എന്ന മകനെ കർത്താവ് അനുഗ്രഹിക്കുന്നു. കണ്ണിലെ തുള്ളിമരുന്ന് ഒഴിക്കുന്നൊരു കുഞ്ഞിനെ കർത്താവ് സൗഖ്യപ്പെടുന്നതായിട്ട് കാണിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. കാലിന്റെ ലിഗമെന്റിന് പരിക്ക് പറ്റിയ ഒരാൾക്ക് സർജറി കൂടാതെ തന്നെ സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. ധാരാളം ടൈഗർ ബാം സ്ഥിരമായി ഉപയോഗിക്കുന്ന ഒരാൾക്ക് അതിൽ നിന്ന് വിടുതൽ നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. മകളുടെ തെറ്റായ പ്രേമബന്ധത്തെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു അപ്പനോട് അതിൽ നിന്ന് പിന്തിരിയാനും തുറന്ന് കുമ്പസാരിക്കാനും അനുദപിക്കാനും കർത്താവ് സന്ദേശിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന് വലിയ അഭിഷേകം നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നതിനോട് നന്ദി പറയാം. വിശുദ്ധ അന്തോണീസിന്റെ മാധ്യസ്ഥയോട് നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളെത്തി സ്തുതിച്ചേൻ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. എൻ്റെ പേര് ആൻഡോ, വീട് കണ്ടശാങ്കലവ്. ഈ നവംബർ മാസം ധ്യാനം കൂടിയാണ് താമസിച്ചിട്ടുള്ളത്. അന്ന് വ്യാഴാഴ്ച രാത്രി അവസാന സമയത്ത് ബ്രദർ അവിടുന്ന് വിളിച്ച് പറഞ്ഞു, നടുവളവുള്ള ഒരു സഹോദരനെ, ചെറുപ്പം തൊട്ട് നടുവളവുള്ള സഹോദരനെ കർത്താവ് സുഖപ്പെടുത്തുമെന്ന് വിചാരിച്ചു. അപ്പം എനിക്ക് ചെറുപ്പം 4ാം ക്ലാസ്സിലും 5ാം ക്ലാസ്സിലും പഠിക്കുമ്പോൾ തന്നെ നടുവളയെന്ന് വിളിക്കാൻ്റെ കൂട്ടുകാർ സ്കൂളിൽ പോകുമ്പോൾ അപ്പം എൻ്റെ ആവില്ല, കാരണം അത്രയും പഴക്കമുള്ളതാണല്ലോ. അത് കഴിഞ്ഞ് അച്ഛൻ ഇവിടുന്ന് മുട്ടൊന്ന് ഏറ്റു. അപ്പോൾ തന്നെ ആ ബ്രദർ വിളിച്ച് പറഞ്ഞു, കാലിൻ്റെ വലിപ്പക്കുറവുള്ള ഒരു മകൻ്റെ കാല് കർത്താവ് വലിച്ചു നീട്ടണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ കാല് ഒരു 1 ഇഞ്ച് നീട്ടം കുറവ്, ഒരു ആക്സിഡൻറ്റിന് ശേഷം. ഏത് കാല്? എൻ്റെ അടുത്ത കാല്. ഞാൻ ഭക്ഷണം കഴിക്കുന്ന ഏറ്റു പോകുമ്പോൾ എൻ്റെ കൂടെ വേറൊരു സഹോദരൻ ഉണ്ടായിരുന്നു. അപ്പോൾ ജോണി എന്ന് പറയും. ജോണി കുഴപ്പമുണ്ട്. അപ്പോൾ എപ്പം നിൽക്കുമ്പോഴും കാല് എങ്ങനെ സൈഡ് ഉണ്ടാവാം, സ്റ്റഡി ഉണ്ടാവില്ല. പിന്നെ ഇതിൽ ഈ നടുവിൻ്റെ ഈ ഭാഗത്ത് ഈ ചെടികളൊക്കെ വേണ്ടി കെട്ടുവെക്കില്ലേ, അതുപോലെ ഇവിടെ ഇങ്ങനെ നിർത്തണം പോലെ എനിക്ക് തോന്നാം. ഭയങ്കര ഭാരം. പിന്നെ അങ്ങോട്ട് ഇതുവരെ നടുവിൻ്റെ വളവുണ്ടായില്ല. പിന്നെ ഇത് കാലിൻ്റെ വലിപ്പം ശരിയായത് വെള്ളിയാഴ്ച കൊടുത്ത് പോയി രാത്രി കിടന്നുറങ്ങി. അപ്പോൾ ചെറിയ വ്യത്യാസം ശ്രദ്ധിച്ചില്ല. ഒരു 2:30-3 മണിയായപ്പോൾ എനിക്ക് ശരീരം ആകെ ചൂടെടുക്കുക. അപ്പോൾ നമ്മൾ കാലൊക്കെ വലിച്ച് നിർത്താതെ. അപ്പോൾ എനിക്ക് എന്തോ സംശയം തോന്നി. അപ്പോൾ 2:45 സമയമായിട്ട് അപ്പോൾ ഞാൻ വേഗം ഏറ്റു ബാത്റൂമിൽ പോയിട്ട് നിന്നപ്പോൾ കണ്ണാടിൽ ഞാൻ കറക്റ്റ് ലെവലാണ്. പിന്നെ അപ്പോൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. അപ്പോൾ കാലിൻ്റെ ഇതാന്ന് പറഞ്ഞു ഓർമ്മില്ല. അപ്പോൾ കാലിൽ നീട്ടിയപ്പോൾ കാലിൽ നീങ്ങില്ല, കറക്റ്റ് ലെവലാണ്. അപ്പോൾ തന്നെ നമ്മുടെ അവിടെ പോയിട്ട് ഒരു 33 ശ്വാസം എത്തിച്ചു. നന്ദി പറഞ്ഞു കർത്താവിന്. ദൈവമേ, കഴിഞ്ഞ നവംബറിൽ ഈ നവംബറിൽ ഇപ്പോൾ ഇതുവരെ 2ാമത്തെ ധ്യാനാണ്. നന്ദി പറയാൻ വേണ്ടിയിട്ട് ഞാനും ഞങ്ങൾ 4 ആൾ വന്നിട്ടുണ്ട്. ഇതാണ് പറഞ്ഞത്. കണ്ടോ, ഇതിപ്പോൾ എത്രാമത്തെ സാക്ഷി? ഏറ്റവും അവസാനം കണ്ടോ ബ്രദർ വിളിച്ചു പറഞ്ഞു പറയുന്നത്, ഈ കാല് വളഞ്ഞിരിക്കുന്ന അല്ലെ, നീട്ടം കുറവുള്ള ആളുടെ കാല് വലിച്ചു നീട്ടുന്നു, നടു വളഞ്ഞിരിക്കുന്ന ആളുടെ നടു നിവർത്തുന്നു. ഇത് പറയല്ലോ. പിന്നെ ഇവിടുത്തെ കഴിഞ്ഞ അച്ഛൻ ഏറ്റു. കണ്ടോ, എന്തൊരു വലിയ സൗഖ്യം കിട്ടിയിരിക്കുക. പറഞ്ഞാൽ വിശ്വസിക്കാത്ത അത്ഭുതങ്ങളാണ് സംഭവിച്ചത്. അത് എത്ര 4ാം ക്ലാസ്സിൽ വെച്ച് അങ്ങനെ തുടങ്ങി. ഈ ചേട്ടൻ പറഞ്ഞത് കേട്ടില്ലേ, ഒരു വണ്ടിയുടെ ടയറൊക്കെ ഒരു ഭാഗത്ത് പഞ്ചറാകുമ്പോൾ വണ്ടി ഇങ്ങനെ അല്പം ചെരിഞ്ഞ് നിൽക്കില്ലേ, അപ്പോൾ ഈ ഭാഗത്താണ് നീട്ടം കുറവ്. അപ്പോൾ ഈ ചേട്ടൻ ഇങ്ങനെ ചെരിഞ്ഞ് നിൽക്കുള്ളൂ എന്ന് പറയുന്നത്. കാരണം ഈ ഭാഗം എപ്പോഴും ചെരിഞ്ഞ് ഒരു കാലിന് നീട്ടം കുറവാണ്. മനസ്സിലായി? ഇപ്പം നിൽക്കണ നോക്കിയേ ഉണ്ടോ, ഇത്ര വ്യത്യാസമുണ്ട്. എത്ര വ്യത്യാസം കേട്ടോ. കണ്ടോ, ഇതുപോലെയാണ് ഇവിടുത്തെ സൗഖ്യം. ഇത് ഒരു സൗഖ്യമൊന്നുമല്ലേ. അപ്പം നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല. അതുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ പോയി പുറത്ത് പോയി സാക്ഷ്യം പറയുക, ഇതിനെപ്പറ്റി ഒന്ന് പ്രേക്ഷിത വേല ചെയ്യുക. കാലിൻ്റെ നീട്ടം കുറവ് എന്ന് മുതലാണ് ആക്സിഡന്റ് ഒരു 20-25-30 കൊല്ലത്തിന് മേലുണ്ടായ ആക്സിഡന്റ്. നമ്മൾ ഏജ് ആയപ്പോൾ ഇതിന്റെ മനസ്സിലായി തുടങ്ങി. ശരിക്ക് അപ്പൊ ആൾക്കാർ പിള്ളേര് കളിയാക്കും പറയാൻ പോലെ മോഹൻലാൽ വരുന്നു. ഈ സൈഡ് എപ്പോഴും ചെരുവാ നടക്കുമ്പോൾ. അതായത് എന്നെ എല്ലാവരും വണ്ടി കയറ്റുകൊണ്ടു പോകും. അപ്പൊ എന്നെ ഈ സൈഡിൽ നടക്കുമ്പോൾ അവർക്കറിയാം ഞാനാ വരുന്നതെന്നറിയാം. കണ്ടോ, പിള്ളേര് കളിയാക്കുക. അപ്പൊ ചന്ദ്ര മാസം പിടിച്ച് നടക്കുന്നത്. കാരണം ഇങ്ങനെ നിൽക്കുന്നത് സ്റ്റേറ്റ് ആയിട്ട് അവർ കണ്ടിട്ടില്ലേ. നമ്മളൊരു ദൈവം തന്ന നിരവധിയായ അനുഗ്രഹങ്ങൾക്ക് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. കർത്താവെ, എന്നെയും സ്പർശിക്കണമേ, എന്നെയും ഈ അൾത്താരെ കയറി എൽറുഹയിൽ വന്ന് സാക്ഷ്യപ്പെടുത്താൻ ഒരുക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടെ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് സ്തുതിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. എല്ലാവരും സ്തുതിച്ച് ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കരുണാമയ കനിയേണമേ, ദൈവപിതാവേ കനിയേണമേ,
കരുണയാ